അസ്സലാമലൈക്കും, ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു 5:15 മുതൽ തുടങ്ങിയതാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ. അപ്പോൾ എന്തായാലും നമ്മുടെ സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. മോർണിംഗ് ഉണ്ടല്ലോ, ഇവിടെ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മളെപ്പോലെ വീട്ടമ്മമാർക്കൊക്കെ സ്ട്രെസ് റിലീഫ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് ജിം എന്ന് പറയാം. പോയി കഴിഞ്ഞ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3 മാസം ആവുന്നു. അപ്പോൾ എനിക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പോയ ഉടനെ തന്നെ നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കുകയാണ്. ഷൂ ഒക്കെ അവിടെ പോയിട്ടാണ് കേട്ടോ ഇടാറുള്ളത്. പിന്നെന്താണ്, പണ്ടൊക്കെ ഇക്ക ജിമ്മിൽ വിളിക്കുമ്പോഴേ ഞാനില്ല, എൻ്റെ കൈ ഒടിയും, എൻ്റെ കാലൊടിയും, ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. മെഷീന് കാണുമ്പോൾ തന്നെ പേടിയായിരുന്നു. ഇപ്പം ഞാൻ ഏറെക്കുറെയൊക്കെ ഇങ്ങനെ ഓക്കെ ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്കാ ശരിയായിന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ വർക്കൗട്ട് ചെയ്യണതിൽ ഇപ്പോഴും ഒത്തിരി മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അതൊക്കെ ശരിയാക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. പക്ഷേ മാക്സിമം ഞാൻ നോക്കിയിട്ട് ചെയ്യാറുണ്ട്. എന്നാലും ഒത്തിരി മിസ്റ്റേക്ക് വരാറുമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഷൂ ഒക്കെ ഇട്ട് ഇനി നേരെ വാമപ്പിലോട്ട് കിടക്കുകയാണ്. കുറച്ച് സമയം ഒരു 10-15 മിനിറ്റൊക്കെ ഞാൻ വാമപ്പ് ചെയ്യും. അത്ര ഉണ്ടോ എനിക്കിപ്പോൾ ഒരു ഡൗട്ട്. 10 മിനിറ്റ് എന്തായാലും ഉണ്ടാവുമായിരിക്കും. പിന്നെ ഒരു 10 മിനിറ്റ് ട്രെഡ്മില്ലും. അപ്പോൾ ഫസ്റ്റ് വാമപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ട്രെഡ്മില്ലിലോട്ട് പോകാറുള്ളത്. എൻ്റെ വർക്കൗട്ടെല്ലാം കഴിഞ്ഞിട്ട് ട്രെഡ്മില്ല് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും അവിടെ നിറയെ ആൾക്കാരുണ്ടാവും, തിരക്കുണ്ടാവും. പിന്നെ ഒത്തിരി സമയം അങ്ങ് പോയി കിട്ടും. അല്ലെങ്കിൽ തന്നെ നമ്മൾ 5:20 ആകുമ്പോൾ ജിമ്മിൽ കയറി കഴിഞ്ഞാൽ 7 മണി 7:10 ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി വരാറ്. അത്രയും ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒത്തിരി സമയം നമ്മൾ അവിടെ നിൽക്കണം കേട്ടോ. അങ്ങനെ നമ്മളിത് ട്രെഡ്മില്ലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് അത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇന്ന് വിങ്സ് ആയിരുന്നു കേട്ടോ, എൻ്റെ വിങ്സ് ഡേ ആയിരുന്നു. അപ്പം ഞാൻ പോയി പറഞ്ഞു, നമ്മുടെ ഏറ്റവും ചെറിയ ട്രെയിനറാണ് കേട്ടോ ഇത്. അപ്പോൾ അവൻ പറഞ്ഞു തന്നു എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. കഴിഞ്ഞ വീക്കിൽ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ടാവില്ല. ഞാൻ ഇക്കയും കൂടെ ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യണ ഡേ ആകുമ്പോൾ എനിക്ക് പ്രശ്നമല്ല, ഇക്ക എല്ലാം ഓർത്ത് വയ്ക്കും. എനിക്ക് ഇമാതിരി പണികളൊന്നും സെറ്റാവില്ല. അല്ലെങ്കിൽ തന്നെ തലയിൽ ഇഷ്ടത്തിന് സാധനമുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ ജിമ്മിൽ കഴിഞ്ഞ ആഴ്ച എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും ഞാൻ മറന്നു പോകുന്നൊരവസ്ഥയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർക്കൗട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഹോം വർക്കൗട്ട് എന്താ ചെയ്യാറുള്ളത് അതൊന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളോട് ഒരുപാട് പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ട്, പേഴ്സണലായിട്ട് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ വീട്ടിലങ്ങനെ വർക്കൗട്ട് ചെയ്യാറില്ല. ഞാൻ ആര്യ ബാലകൃഷ്ണൻ്റെ വർക്കൗട്ട് നേരത്തെ ചെയ്തിട്ടുണ്ട്. ആര്യ ബാലകൃഷ്ണൻ തന്നെയല്ലേ എൻ്റെ പേര്? ഒന്നുകൂടി ചെക്ക് ചെയ്യണം എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഒരു മിനിറ്റ്. ഓക്കെ. ഇപ്പം ഞാൻ യൂട്യൂബിൽ പോയി ഒന്ന് ചെക്ക് ചെയ്ത് വന്നതാണ്. അതുതന്നെയാണ് കേട്ടോ പേര്. അവരുടെ ഒരു കാർഡിയോ വർക്കൗട്ട്, ഒരു 10-12 മിനിറ്റിൻ്റെ വർക്കൗട്ട് ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര എഫക്റ്റാണെന്ന് പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റാണ്. പക്ഷെ ഇപ്പം ഞാൻ ജിമ്മിലും കൂടെ പോണ കാരണം ഞാൻ ഈവനിങ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റില്ല കേട്ടോ. വലിയ ആളാണെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ശരീരം പോലെയല്ല, മനസ്സ് ഭയങ്കര ചെറുതാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്കുള്ള ഒരു കപ്പാസിറ്റി ഭയങ്കര ചെറുതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഈവനിങ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ വർക്കൗട്ട്. അങ്ങനെ നമ്മൾ വിങ്സിൻ്റെ ആ ഒരു സംഭവം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പേര് നമുക്കറിയാം, ടീ ബാർ കേട്ടോ. ഈസി അല്ലേ. അപ്പോൾ ഞാൻ 15 കിലോ എടുക്കാറുണ്ട്. പക്ഷേ എന്തോ ഓർമ്മയില്ല, ഞാൻ 12.5 വെച്ചിട്ട് എന്തിനാണ് ചെയ്തതെന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല. ഒരു 3-4 എടുത്തപ്പോൾ ഭയങ്കര ഈസിയായി തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും അതൊന്ന് മാറ്റി 15 തന്നെ പോയി. ശരിക്കും 15 എനിക്ക് ഇപ്പോൾ കുറച്ച് ഈസി ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ വെയിറ്റ് ഓരോന്ന് കൂട്ടി വരുമ്പം നമുക്കത് ഈസി ആയിട്ട് വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കുറച്ചായിട്ട് ഇങ്ങനെ കൂട്ടി വന്നാൽ മതി. പക്ഷേ പൊസിഷൻ എൻ്റെ എല്ലാം ഒന്നും ശരിയാവണമെന്നില്ല കേട്ടോ. അപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഈ ഒരു സംഭവം കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് കാർഡിയോ ആണ് ഇനി ഞാൻ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. പക്ഷേ എനിക്കിന്ന് കാർഡിയോ ചെയ്യാൻ സമയമില്ല എന്ന് ഞാൻ അവനോട് പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കാർഡിയോ ചെയ്യാം,
എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് റോപ്പ് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഭയങ്കര ക്ഷീണിക്കും നമ്മളിത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. അവനാണ് എണ്ണ നിൽക്കണമെന്ന് വെച്ചാൽ ഇപ്പോഴൊന്നും തീരില്ല കേട്ടോ. ഞാൻ എണ്ണണോണ്ട് കറക്റ്റായി 1 2 3 4 5 പറഞ്ഞിട്ട് കറക്റ്റായിട്ട് പോവും. ഇല്ല, അവന് എൻ്റെ കൂടെ എണ്ണ നിന്ന് കഴിഞ്ഞാൽ ഞാനൊരു 5 എണ്ണിക്കഴിഞ്ഞാലും അവൻ്റെ ഒന്നായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം അടുപ്പിക്കില്ല കേട്ടോ. ഞാൻ ചെയ്തോളാം, നീ പൊയ്ക്കോ എന്ന് പറയും കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണം. വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. കുട്ടികളെ പറഞ്ഞു വിടണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഉണ്ടല്ലോ കുക്കിങ്ങും റെസിപ്പി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഇന്ന് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട് വീട്ടിൽ. അതൊന്ന് ചെയ്തെടുക്കണം. കുറേ ദിവസമായി ഞാൻ മുറ്റമൊന്നും കറക്റ്റായിട്ട് അടിച്ചു വാരിയിട്ട്, അതായത് ഇങ്ങനെ സൈഡ് ഭാഗമൊക്കെ കേട്ടോ. പിന്നെ ഒരു സൈഡ് ഭാഗത്ത് എനിക്കിനി മാനേജ് ചെയ്യാൻ പറ്റില്ല. അവിടെ പുല്ലും കാര്യങ്ങളൊക്കെ വളർന്നു കഴിഞ്ഞു. പണ്ട് ഈ പറഞ്ഞ പോലെ പായ വിരിച്ച് കിടക്കാമെന്ന് പറയില്ല, അത്രയും നീറ്റായിരിക്കും കേട്ടോ നമ്മുടെ തൊടി. പക്ഷെ ഇപ്പം അങ്ങനെ ഇല്ല. അത് ഒന്നാമത് എനിക്ക് ഡെയിലി അടിച്ചു വാരിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ ഇതാ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ. എന്താണ് നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. എന്തായാലും ഒരു കമൻറ്റ്, ഒരു ഹാർട്ടായിട്ടെങ്കിലും നമുക്ക് തരണം കേട്ടോ. പിന്നെ ഒരു കാര്യം അയൻകുട്ടി പറഞ്ഞതാണ് കേട്ടോ. അവൻ വീണതല്ല, സാഷ്ടാംഗം നമിച്ചതാണ് എന്നുള്ളത് കേട്ടോ. അവന് എന്തോ ഒരു സംഭവിച്ചു പോയി. ആള് എന്നോട് ഇടണ്ടെന്ന് പറഞ്ഞേ. പക്ഷെ ഞാൻ വിചാരിച്ചു ഇട്ട് കളയാം. ഇതൊക്കെ നമ്മൾ കുറേ വയസ്സായിട്ടിരുന്ന് കാണുമ്പോൾ നല്ല രസമായിരിക്കില്ലേ. അവനൊക്കെ വലുതായിട്ട് അവൻ്റെ ചെറുപ്പകാലത്തെ വ്ളോഗൊക്കെ ഇരുന്ന് കാണുമ്പോൾ അവനിങ്ങനെ അന്ത വിടും. ഞാൻ എന്തൊരു ഫുഡി ആയിരുന്നു അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാനും തന്നെ അന്ത വിടുവേ. ഞാൻ ഇതൊക്കെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് തോന്നുമായിരിക്കും ചിലപ്പോൾ. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു മെമ്മറിയും കൂടിയാണ് കേട്ടോ ഈ വ്ളോഗൊക്കെ. നമ്മുടെ അങ്ങനെ ഒരുപാട് കാണിച്ചു കൂട്ടിയ വ്ളോഗൊന്നും ഞാൻ ഇടാറില്ല. നമ്മുടെ ലൈഫ് എങ്ങനെയാണോ അതേപോലത്തെ വ്ളോഗാണ് ഞാൻ കൂടുതലായിട്ട് ഇടാറ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ വ്ളോഗ് എപ്പോഴും ഭയങ്കര മെമ്മറി ആയിരിക്കും. ഭയങ്കര അടിപൊളി ഒരു എന്താ പറയുക, ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരിക്കും ഒക്കെ. എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ലേ? പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇപ്പോൾ ഇരുന്ന് നമ്മുടെ കുട്ടിക്കാലത്തെ ആൽബമൊക്കെ കാണില്ലേ, അതേപോലത്തെ ഒരു ഫീലായിരിക്കും. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കേട്ടോ ഒരു 100 വയസ്സ് വരെയൊക്കെ ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഫുഡി ആയി കഴിഞ്ഞാൽ എവിടെ ജീവിക്കാനില്ല. ഉള്ള ആയുസൊക്കെ ആരോഗ്യത്തോടു കൂടി തന്നാൽ മതി, അത്രയേ ഉള്ളൂ. അങ്ങനെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി സിറ്റൗട്ടിലെ ചവിട്ടിയൊക്കെ ഒന്ന് കുടഞ്ഞെടുത്ത് വീണ്ടും ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ്. പിന്നെ താത്ത വീട്ടിൽ പോകാറില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മളോട്. ഞാൻ പോവാറുണ്ട്, പക്ഷെ കഴിഞ്ഞ വെക്കേഷന് എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ എല്ലാ വെക്കേഷനും പോകാറുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ പോകാറുണ്ട്. ഇപ്രാവശ്യം ആവശ്യങ്ങൾക്കൊക്കെ പോയത് എന്തെങ്കിലും വയ്യായികയോ ഹോസ്പിറ്റൽ കേസോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് വ്ളോഗൊന്നും എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനൊന്നും അല്ലല്ലോ അത്. അപ്പോൾ ഞാൻ അങ്ങനെ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ ഡിസംബറിൽ ഇൻഷാ അല്ലാഹ് വീട്ടിൽ പോകണം. ആഹാ, പിന്നെ എന്നെ പോലെ മുടി കെട്ടാൻ അറിയാത്ത ഒരു കുട്ടിയുണ്ട്. സമാധാനമായി കേട്ടോ എനിക്ക്. പിന്നെ കുറേ കമൻറ്റ്സ് പറയുന്നുണ്ട്. ഇഡലിപ്പൊടി റെസിപ്പി പറഞ്ഞില്ലല്ലോ, ഇൻഷാ അല്ലാഹ് പറയാം. പിന്നെന്താണ്, പിന്നെ എനിക്ക് ആ ഫർഹാൻ എന്തിനാണ് ഫർഹാൻ ശരിക്കും അതെനിക്ക് ഫർഹാൻക്കും കേട്ടോ അറിയുള്ളൂ എന്താണെന്നുള്ളത്. ബാക്കിയുള്ളവർക്ക് കമൻറ്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയുമായിരിക്കും കേട്ടോ, പറയാൻ പറ്റില്ല. എന്തായാലും ഫർഹാൻ എല്ലാവിധ ആശംസകളും. ഓക്കെ, ഒന്നും വരാതെ എപ്പോഴും ആരോഗ്യമായിട്ട് ഇരിക്കണം. ഇതുപോലെ നെഗറ്റീവ് കമൻറ്റ്സ് ഇങ്ങനെ എപ്പോഴും എല്ലാ വ്ളോഗിലും പോയി ഇട്ടുകൊണ്ടിരിക്കണം. അവർക്ക് അതൊരു പോസിറ്റീവ് എനർജി ആയിട്ട് കിട്ടും എന്നുള്ളത് ഫർഹാന് അറിയില്ല. അതാണ് മെയിൻ പ്രശ്നം. എന്തായാലും ഫർഹാൻ അത് ചെയ്തുകൊണ്ടേയിരിക്കണം കേട്ടോ. വളരെ താങ്ക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഹായ് മാത്രം എന്ന് പറയുന്നുണ്ട്. അതെന്ത് പറ്റും മുത്തേ?
അങ്ങനെ നമ്മുടെ തൊടിയുടെ ഒരു സൈഡ് വേഗം അടിച്ചു വാരി എടുക്കാന്ന് പറയുമ്പോഴത്തേക്കും അവിടെ കടിക്കുന്ന ഉറുമ്പ് കാലിലൊക്കെ നല്ലപോലെ ഉറുമ്പ് കടിച്ചു കേട്ടോ. എന്താണെന്നറിയില്ല, ഉറുമ്പൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ഉണ്ട്. പിന്നെ ആ പച്ചപ്പ് ഇങ്ങനെ കാണുന്നില്ല, അത് കൂർക്കയാണ്. അതിൻ്റെ ഉള്ളിൽ കൂർക്ക ഉണ്ടോ എന്നുള്ളത് നമുക്കത് പൊളിക്കുമ്പോൾ അല്ല, അത് കിളയ്ക്കുമ്പോൾ അറിയാം. ഓക്കെ, ചില സമയത്ത് ഇങ്ങനെ പെരിച്ചാഴി, എലി അങ്ങനത്തെയൊക്കെ കറണ്ട് തിന്നു പോകുമല്ലോ, ഇങ്ങനത്തെ കിഴങ്ങ് വർഗ്ഗങ്ങൾ. അത് നമുക്കത് ഇതാക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ ഞാൻ വേഗം ഡ്രസ്സുകളിനൊക്കെ ഒന്ന് എടുത്തു. ഇനി ബാക്കിലൊന്ന് അടിച്ചു വാരി എടുക്കണം. പിന്നെ നമ്മുടെ ഉണങ്ങാനുള്ള ഡ്രസ്സുകളൊക്കെ ഇടണം, ലഞ്ച് ഉണ്ടാക്കണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ലഞ്ച് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് വറുത്തരച്ച സാമ്പാറും മത്തങ്ങയും ചെമ്മീൻ ഫ്രൈയും ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. വറുത്തരച്ച സാമ്പാറിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെന്താണ് വിശേഷം, പറയൂ ജിനിത്ത. എല്ലാവരും എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത് എന്നറിയില്ല, എനിക്കൊന്നും മോശമായിട്ട് തോന്നിയില്ല. യു ആർ റിയലി ബ്യൂട്ടിഫുൾ, താങ്ക് യു സോ മച്ച്. ഭംഗി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരുടെ കാഴ്ചപ്പാടായിരിക്കും അല്ലേ. ഇപ്പം എൻ്റെ കണ്ണുകൊണ്ട് നോക്കുന്ന ഭംഗി നിങ്ങൾക്കാർക്കും ഉണ്ടാവില്ല, നിങ്ങളുടെ കണ്ണുകൊണ്ട് നോക്കുന്ന ഭംഗി ചിലപ്പോൾ എനിക്കും ഉണ്ടാവില്ല. അതൊക്കെ അത്രയേ ഉള്ളൂ. അതിനൊക്കെ ഞാൻ ആ ഒരു സെൻസിൽ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അവരുടെ കമൻ്റ് ഒന്നും ഞാൻ ബ്ലോക്ക് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ ഉണ്ട്, അത് എനിക്കറിയാം. അത് എനിക്ക് മാത്രം അറിഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വേഗം അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് ഉള്ളിലൊക്കെ ഒന്ന് മാറാലൊക്കെ ഒന്ന് തട്ടിയെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ് എല്ലാവിടെയും ഒന്ന് തട്ടിയടിച്ച് തുടച്ചെടുക്കണം, ഇങ്ങനെയൊക്കെയുള്ളത്. ഉമ്മയും ഉപ്പയും കഞ്ചിക്കോട് പോയിരിക്കുകയാണ് കേട്ടോ. അവർ മരുന്നൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണേ. കുറച്ച് കഴിഞ്ഞിട്ട് വരും. അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് ഞാൻ വേഗം ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഉപ്പ അങ്ങോട്ട് മാറും, ഉമ്മ ഇങ്ങോട്ട് മാറും എന്ന് പറയണ്ടല്ലോ. അല്ലെങ്കിൽ ഉപ്പ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ റൂമിൽ അടിച്ചു വാരാൻ പോകുമ്പോഴൊക്കെ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ് മാറാനൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഞാൻ വേഗം ചെയ്യുന്നത് ഒരു കാര്യം, കുളിക്കണയൊക്കെ ടൈമിൽ വേഗം പോയി റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇടും. അപ്പോൾ പിന്നെ ഉപ്പാനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെയാട്ടോ വിചാരിക്കാറ്. അങ്ങനെ ഇത് സെറ്റിയൊക്കെ ഒന്ന് വേഗം തട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് അടിച്ചു വാരി തുടച്ചെടുക്കണം കേട്ടോ. അങ്ങനെ രാവിലെ ജിമ്മിലെ കുറേ കസരത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് ഇവിടുത്തെ പണികളും കഴിഞ്ഞ് ഒരു ഗതിയാവും കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിച്ച് കുറച്ച് സമയം അങ്ങ് പോയി കിടന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ ക്ഷീണവും പമ്പടക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ എനിക്ക് അത്രയും എൻ്റെ ഒരു പാഷനായി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ 2 സാധനങ്ങളും എൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകുന്നത് കേട്ടോ. അല്ലാണ്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റും, മൈൻഡ് ഉണ്ടെങ്കിൽ എല്ലാറ്റിനും പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനൽ, FB പേജ്, ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനി ഞാൻ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോട്ടെ. ഇനി കൂടുതലായിട്ട് നല്ല ഭംഗിയിലൊക്കെ നമ്മൾ വ്ളോഗ് എടുത്തിട്ട് വരാം. ഇപ്പോൾ കുറച്ചായിട്ട് എൻ്റെ വ്ളോഗ് കുറച്ച് മോശമായിട്ട് വരുന്നുണ്ടോ എന്ന് എനിക്ക് തന്നെ ഒരു ഡൗട്ടുണ്ട്.